സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ അടിക്കടി വർദ്ധിക്കുമ്പോൾ ഗതാഗത നിയമങ്ങൾ എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു ചോദ്യമായി തന്നെ ഉയരുകയാണ്. റോഡിലെ അശ്രദ്ധയ്ക്കൊപ്പം ജനങ്ങൾക്ക് ഈ നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയും സ്ഥിതി ഗുരുതരമാക്കുകയാണ്. വാഹനത്തിരക്കേറിയ എറണാകുളം വൈറ്റിലയിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. കൊച്ചിയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ ഒന്നാണ് വൈറ്റില ജംഗ്ഷൻ. നഗരത്തിനകത്തും പുറത്തേക്കുമുള്ള നിരവധി ബസ് സർവീസുകൾ ആരംഭിക്കുന്നതും ഇവിടെ നിന്നാണ്. കോട്ടയം, ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർക്ക് എറണാകുളം നഗരത്തിലേക്കുള്ളൊരു പ്രവേശന കവാടമാണ് വൈറ്റില. ദേശീയപാത 66ന്റെ ഭാഗമായി ഇവിടെ ഒരു മേൽപ്പാലം വന്നിട്ട് 4 വർഷമാകുന്നു. കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ നിന്നാൽ എന്തെല്ലാം തരം നിയമ ലംഘനങ്ങളാണ് കാണാൻ സാധിക്കുക. നിയമം കാറ്റിൽ പറത്താൻ സ്വകാര്യ ബസ്സുകൾക്ക് പ്രത്യേക കഴിവാണ്. ബസ്സൊക്കെ ഓവർ സ്പീഡാ, അത് പറയണ്ടല്ല, ഇവിടെ നമുക്ക് ചെവി കേൾക്കാൻ പറ്റില്ല, ഭയങ്കര ഓർണടിയാ. ബസ്സുകാരുടെ സമയങ്ങളില്ലല്ലോ, അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടികൾ അത് മാത്രം വണ്ടികളുണ്ട്. 1/2 മിനിറ്റ് 1 മിനിറ്റ് ഇങ്ങനെയുള്ള ഗ്യാപ്പ് കാരണമാണ് പ്രശ്നങ്ങൾ കൂടുതൽ. അതനുസരിച്ച് അവർ സ്പീഡിലായിരിക്കും പോകണം. വൈറ്റില ജംഗ്ഷനിൽ എല്ലാ വശത്തേക്കും സിഗ്നൽ പോസ്റ്റുകളുണ്ട്, എല്ലാം പ്രവർത്തിക്കുന്നവ. ഈ ലൈറ്റുകൾ മാറി മാറി കത്തുന്നത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? പ്രോപ്പർ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ വീഴുന്ന സമയം മിക്കവാറും മെയിൻ ബ്ലോക്ക് ഉണ്ടാവുന്ന ഈ സെന്ററിൽ തന്നെ. അവിടുന്ന് വരുന്ന വണ്ടികളാണെങ്കിൽ മൊത്തം അങ്ങോട്ട് പോയി കഴിയത്തുമില്ല, ഇവിടുന്ന് വണ്ടികൾ അങ്ങ് കയറും ചെയ്യും. അപ്പൊ 4 സൈഡിൽ നിന്ന് ബ്ലോക്ക് ഒരേപോലെ പെടും. അതാണ് മെയിൻ പ്രശ്നം ഇപ്പോൾ അവിടെ കണ്ടുവരുന്നത്. വണ്ടികൾ മാത്രമല്ല, കാൽനട യാത്രക്കാരും റോഡ് നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പൊ പോകുന്ന സമയത്ത് ഗ്രീൻ സിഗ്നൽ വീണ് കഴിഞ്ഞാലും ഇപ്പോൾ നടക്കുന്നവർക്ക് റെഡ് സിഗ്നൽ ആണെങ്കിൽ അവരത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് പറ്റുന്ന പോലെ. അല്ലാണ്ട് ഇപ്പോൾ പ്രോപ്പറായിട്ട് വണ്ടി പാർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും സിഗ്നലിൽ തന്നെ. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. റൂൾസ് ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്, സീപ്പർ ലൈന് കൊടുത്തിട്ടുണ്ട്. അതിലെ കൂടി ആരെ പോകണിപ്പ? ജംഗ്ഷന്റെ ഒത്ത നടുവിലായി പോലീസ് എയ്ഡ് പോസ്റ്റ്. ട്രാഫിക് പോലീസിന്റെ കണ്ണുവെട്ടിച്ചും ലംഘനങ്ങൾ ഏറെ. ഞങ്ങള് വർഷങ്ങളായിട്ട് ഓടണം. ഞങ്ങൾക്കറിയാം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ആരൊക്കെ കാണിച്ചു കൂട്ടണമെന്ന്. ഇത് നമുക്ക് റോഡിൽ നോക്കുമ്പോൾ അറിയാം, മനസ്സിലായോ? അത് നിങ്ങൾ ക്യാമറ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, ഈ സൈഡിലുള്ള ക്യാമറ മൊത്തം എടുത്ത് നോക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരൊക്കെയാണ് എന്തൊക്കെയാണ് വട്ടം വെക്കണം എന്നുള്ളത്, മനസ്സിലായോ? അത് ഉന്നത ആൾക്കാർ അതിൻ്റെ ഇത് നോക്കിയാൽ കറക്റ്റായിട്ട് പിടിക്കാം. ഇവിടെ തൊട്ട് മെഡിക്കൽ ടെസ്റ്റ് വരെ നോക്കിയാൽ മതി, എത്ര വണ്ടി പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപകട വാർത്തകൾ കേട്ടുണരേണ്ട സാഹചര്യമാണ് മലയാളികൾക്കിപ്പോൾ. ഗുരുതരമായ ഗതാഗത നിയമ ലംഘനങ്ങളും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. വാഹനയാത്രക്കാർക്കൊപ്പം കാൽനട യാത്രക്കാർ കൂടി നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിച്ചാൽ ഒരു പരിധിവരെ ഒരുപക്ഷെ ദുരന്തങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം. കൊച്ചിയിൽ നിന്ന് അലോഷിക്കൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം.